യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അതിനായി നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇവിടെ എന്നാൽ അത് എന്തു പറയുന്നു എന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു എന്ന് പറയുന്നതിൻ്റെ ബാക്കിഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് വിശ്വാസത്തിലുള്ള നീതി ഇവണ്ണം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും എന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? അതായത് വിശ്വാസത്താലുള്ള നീതി എന്താണ് നമ്മോട് പറയുന്നത്? വിശ്വാസത്താലുള്ള നീതി പറയുന്നത് വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എന്താണ് വിശ്വാസത്തിന്റെ നീതി നമ്മോട് സംസാരിക്കുന്നത്? ഇന്നലെ നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്തിന് നീതി പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയാലല്ല നമുക്ക് നീതി ലഭിക്കുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്തിട്ടാണ് ദൈവനീതി പ്രാപിക്കുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയരുതെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പോലും നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ ഇന്ന് ആളുകൾ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ കാര്യമാണ്. എന്നിട്ട് ഈ വിശ്വാസത്തിന്റെ നീതി നമ്മോട് പറയുന്നത് വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. നോക്കിക്കേ, ഇത് വലിയൊരു ഭാഗ്യമാണ്. വചനം നിനക്ക് സമീപമായി, അതായത് എന്താണ് വചനം? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്നു വാർത്തു. അപ്പോൾ ഇവിടെ വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വചനമാകുന്ന യേശു നമ്മിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് നമ്മൾ നാവിലൂടെ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കർത്താവ് യേശുക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്. അതുപോലെ നമ്മൾ നാവിലൂടെ പറയുമ്പോൾ വചനമാകുന്ന യേശുവിനെയാണ് നമ്മൾ നാവിലൂടെ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിക്കുമ്പോൾ യേശുവിനെ രക്ഷയ്ക്കായി നാവുകൊണ്ട് ഏറ്റുപറയും. അപ്പോൾ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഇതെന്തൊരു ഭാഗ്യമാണ്! ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് എത്രയോ സത്യമായൊരു കാര്യമാണ്. ദൈവവചനത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നാം കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളിലും വസിക്കും. നമ്മളിൽ ഈ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാവിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നാം പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനമാണ് ഞങ്ങൾ ഈ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തുവിനെ ശരിയായി വിശ്വസിക്കുന്നവർക്കാണ് യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ ഹൃദയത്തിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസ്തുവിലാണോ അല്ലയോ എന്ന് നാം പരിശോധിക്കണം. കേവലം ഒരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് എല്ലാ അർത്ഥത്തിലും കർത്താവ് യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ കർത്താവാണ്, അവനെന്നെ ഭരിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാവുകൊണ്ട് നമ്മൾ അത് ഏറ്റു പറയണം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് കേവലം വിശ്വാസം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുത്തേണ്ടതാണ്.
കർത്താവ് യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ വിശ്വാസവും അതിൻ്റെ പ്രവൃത്തിയും പൂർണ്ണമായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയും പൂർണ്ണമായി തീരുന്നത്. അത് ഏത് കാര്യമാണെങ്കിലും, നമ്മുടെ സൗഖ്യത്തെക്കുറിച്ചുള്ള കാര്യമാണെങ്കിലും, യേശു എന്നെ സൗഖ്യമാക്കുന്നു എന്നുള്ളത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് നാവുകൊണ്ട് നമ്മൾ പറയണം. നമ്മുടെ മുഴുവൻ ശരീരത്തിലും ആ ഒരു വിശ്വാസത്തിൻ്റെ വചനം വ്യാപരിക്കണം. കേവലം ഒരു സംശയമല്ല നമുക്ക് വേണ്ടത്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഈ കടുകുമണി വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? നിറഞ്ഞ വിശ്വാസം, നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞ വിശ്വാസം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എല്ലാവിധമായ സ്വഭാവ രീതികളും ആ വിശ്വാസത്തിന് അനുകൂലമായി തീരണം. ചില നാളുകൾക്ക് മുമ്പ് കൊറിയയിൽ നടന്നതായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കൊറിയയിലെ ഏറ്റവും വലിയ സഭ, ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ അധ്യക്ഷനായിരുന്ന പാസ്റ്റർ പോൾ യോങ്കിച്ചോയുടെ ഒരു മീറ്റിങ്ങിൽ പോൾ യോങ്കിച്ചോ ഇപ്രകാരം പ്രഖ്യാപിച്ചു: നാളെ നമ്മുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ യോഗത്തിൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞുമായി ഇരിപ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഒരു കാൽപ്പത്തി അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ മാതാവ് വിശ്വസിച്ചു, തീർച്ചയായിട്ടും നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കാല് ദൈവം നുറുക്കാൻ പോകുകയാണ്. അവൾ ഈ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഷൂ വിൽക്കുന്ന കടയിൽ കയറിയിട്ട് ഒരു നോർമൽ ജോഡി ഷൂ അവൾ വാങ്ങിച്ചു. സാധാരണ അവൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ആ വളഞ്ഞിരിക്കുന്ന കാലിന് ചെരുപ്പ് അവൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവൾ അങ്ങനെയല്ല ചെയ്തത്. അവൾ രണ്ട് കാലിനും ഒരേപോലെയുള്ള ജോഡി ഷൂ അവൾ വാങ്ങിച്ചു, വളരെ വിശ്വാസത്തോടു കൂടെ. അവൾ വളരെ വിശ്വാസത്തോടു കൂടെ ഈ യോഗത്തിൽ പിറ്റേ ദിവസം വന്നു. സംഭവിച്ചത്, ഈ കുഞ്ഞിൻ്റെ രണ്ട് കാലും ഒരുപോലെ ആയിത്തീർന്നു. ആ വളഞ്ഞ കാല് നുകരുവാൻ, നോർമലായി തീരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ ഒരു സംഭവം വായിച്ചപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഈ സഹോദരിയിൽ കേവലം വിശ്വാസം മാത്രമായിരുന്നില്ല, ആ വിശ്വാസത്തെ പൂർണ്ണമാക്കുവാൻ അവളിൽ പ്രവൃത്തിയും ഉണ്ടായിരുന്നു. വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നാം ആ വിശ്വാസത്തിന് അനുരൂപമായ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ദൈവം ഇന്ന് ഈ വചനം കേട്ട ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വചനം നമുക്ക് സമീപമായി നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. വേറെ എങ്ങും നമ്മൾ പോകണ്ട. യേശു നമ്മോടുകൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ മക്കളിൽ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളിവിടെ വായിച്ചതുപോലെ വചനം ഞങ്ങൾക്ക് സമീപമായി ഞങ്ങളുടെ വായിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. കർത്താവെ, ഈ ഒരു ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ.